അള്ളാഹുവിന്റെ സഹായം കൂടി നമ്മളൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ കേട്ടോ. നിങ്ങൾ ദ്വാരക്കണം. അപ്പൊ ഹജറുൽ അസ്വദിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നൽ ഹജറൽ അസ്വദ നസലത് മിനൽ ജന്നഹ്, ഹജറുൽ അസ്വദ് എന്ന കല്ല് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. അത് ആദ്യം പാലിനേക്കാൾ വെളുവെളുത്തതായിരുന്നു. സൗവദത്തിനി ഖത്വായ ബനി ആദമ, മനുഷ്യരുടെ മക്കളുടെ പാപം വലിച്ച് ചുംബിച്ച് അങ്ങനെ എന്നെ കറുപ്പിച്ചതാണ് എന്ന് ഹദീസിലുണ്ട്. ഇപ്പൊ കറുത്തതാണ്. അന്ന് ഇറങ്ങുന്ന നേരത്തെ വെളുവെളുത്തതായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഹജറുൽ അസ്വദിനെ കിട്ടുക, ചുംബിക്കുക, ഇല്ലെങ്കിൽ ശരിക്കും മുഖം അമർത്തി വെക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത് പോയി കൈകൊണ്ടെങ്കിലും ഒന്ന് തൊട്ടിട്ട് കൈ ചുംബിക്കാൻ പറ്റുമോ നോക്കുക. ഇനി കൈകൊണ്ടും തൊട്ട് മുത്താൻ കഴിയുന്നില്ലെങ്കിൽ കയ്യിലുള്ള മുണ്ടോ വടിയോ ടർക്കിയോ കൊടേ എന്തെങ്കിലും അത് അങ്ങ് തടവിയിട്ട് അത് ചുംബിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ഈ 3 രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഹജറുൽ അസ്വദുമായി ബന്ധപ്പെടാനുള്ള തൗഫീഖ് റബ്ബ് ചെയ്യട്ടെ. പിന്നെ ഇപ്പൊ ഒരു മാർഗം അങ്ങനെ ഒന്നും കിട്ടിയില്ല എങ്കിലും ആരും നിരാശപ്പെടാതിരിക്കാനാണ് കുറച്ച് വിട്ടുന്ന 2 ഉള്ളം കൈകളും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇശാറത്താക്കൽ വഴി ലഭ്യമാകുന്നത്. അതെല്ലാവർക്കും കിട്ടും. അതും ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതിന്റെ പ്രതീകാത്മകമായ ഒരു രൂപഭാവമാണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഓ ഹജറുൽ അസ്വദ്, സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് ശരിക്ക് ചുംബിക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്കതിൽ വേദനയുണ്ട്. പക്ഷേ നാളെ ആഖിറത്തിൽ ഹജറുൽ അസ്വദിനെ ചുംബിച്ച കൂലി എനിക്ക് നഷ്ടപ്പെടരുതേ, എനിക്കും കിട്ടണം. ഹജറുൽ അസ്വദിന്റെ ശഫാഅത്തിൽ എന്നെയും ഉൾപ്പെടുത്തണം. അതാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥതലം. അതിൽ പെടാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ നേരിട്ട് ചുംബിക്കുക, അല്ലെങ്കിൽ കൈയോട് തടവുക, അല്ലെങ്കിൽ കയ്യിലുള്ള സാധനം കൊണ്ട് തടവുക എന്നുള്ളതിന് ശ്രമിക്കുക നമ്മൾ. ഇല്ലെങ്കിൽ ഹജറുൽ അസ്വദ് മുഖ്യ കൂലി കിട്ടാതെ സമാധാനത്തിന് കുറച്ച് ദൂരം നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുക വഴി സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കഅബയിലുള്ള വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദിനെ തൊടുക, ഇപ്പുറത്തുള്ള റുക്നുൽ യമാനിയെ തൊടുക എന്നുള്ളത് ഫഇന്ന ഇസ്തിലാമഹുമാ യഹുത്തുൽ ഖതായാ. ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഹജറുൽ അസ്വദിനെ ഒരാൾ ഇങ്ങനെ തടവുക, അതിനെ തൊടുക, തൊട്ടുമുത്തുക. റുക്നുൽ യമാൻ ഇവിടെ കല്ലുണ്ട്, അതിനെയും തൊട്ടുമുത്തുക, കൈകൊണ്ട് തൊടുക. അത് യഹുത്തുൽ ഖതായാ, മനുഷ്യന്റെ ദോഷങ്ങളെ അത് ഇല്ലാതെയാക്കി പൊഴിച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് മക്കയിൽ കഅബയിൽ എടുത്തു പറയേണ്ട ഒരു ദൃഷ്ടാന്തം, അത്ഭുതം ഹജറുൽ അസ്വദ്. അത് ഇൻഷാ അല്ലാഹ് ചുംബിക്കാൻ തന്നെ പറ്റുമോ നമ്മൾ നോക്കാം. റസൂലുള്ളാഹി ചുംബിച്ചതാണ്, അത് തന്നെ ശ്രമിക്കാൻ പറ്റി, അതിനെ കുറിച്ച് പറയുന്നില്ല. ഇനി നമുക്ക് കഅബയിലുള്ള ദൃഷ്ടാന്തങ്ങളിൽ വളരെ പ്രധാന മറ്റൊന്നാണ് ഈ സ്ഥലം. നോക്കൂ, ഹജറുൽ അസ്വദ് കഴിഞ്ഞ് വാതിലിന്റെ പുറത്തുള്ള ഈ സ്ഥലത്തിന്റെ പേരാണ് മുൽതസം. മുൽതസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? വാക്കർത്ഥം ആളുകളൊക്കെ നിർബന്ധമാക്കുന്ന സ്ഥലം. എന്തായാലും അവിടെ കിട്ടണം തന്നെ, കിട്ടിയാൽ പോരാ കൂട്ടാക്കാതെ നിർബന്ധം പിടിക്കുന്ന സ്ഥലം. അതാണ് മുൽതസം എന്നതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുൽതസമിൽ വന്നു. തന്റെ വയറും നെഞ്ചും ഇങ്ങനെ കഅബയിലേക്ക് ചേർത്ത് വെച്ചു, തന്റെ കൈ ഇങ്ങനെ കഅബയുടെ വാതിലേക്ക് പരത്തി വെച്ചു, തന്റെ കവിൾത്തള കഅബയിലേക്ക് ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് കണ്ണീർ പൊഴിച്ച് ഖാലിഖായ റബ്ബിനോട് പ്രാർത്ഥിച്ചു ദുആ ചെയ്ത് നിർവൃതി അടഞ്ഞ സ്ഥലമാണ് മുൽതസം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നബി ഇതെന്താ, ഇത് ഏതാ, എന്തിനാ നമുക്ക് ചോദിച്ചപ്പോ, ഹുനാ തുസ്കബുൽ അബറാത്ത്. ഉമറേ, എന്തിനാ ഇവിടുന്ന് കണ്ണീര് വന്നതെന്നാണോ? ഇതാണ് ഒരു മുഖ്യനായ മനുഷ്യന്റെ കണ്ണുനീർ അടർന്നു വീഴേണ്ട സ്ഥലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സ്ഥലത്ത് പിന്നെ ഹജറുൽ മുട്ടുന്ന അത്രയ്ക്ക് തന്നെ ബുദ്ധിമുട്ടില്ല. ഇവിടെ എന്തായാലും കിട്ടും. ഇവിടെ കുറഞ്ഞ സ്ഥലമാണ് ഈ വാതിന്റെ ഹജറുൽ ഇടയിലുള്ള സ്ഥലം. മുൽതസം റസൂലുള്ളാഹി വന്ന് നിന്ന് ദുആക്ക് ഉത്തരം ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അവിടെ ഒരു വട്ടെങ്കിലും, ഒരു വട്ടം അല്ലല്ലോ, എപ്പോഴും നമുക്ക് പോകാം, തിരക്കുണ്ടാകും. അപ്പൊ നമ്മളെ ഇതിലെങ്ങനെയാണ് വരേണ്ടത്? ഇതിലെപ്പോഴും തിരക്കേക്കാണ്. ഇത് കുറച്ച് ഇതിലെ വന്നിട്ട് മക്കാമിബ്രാഹിം ഇതിലെങ്ങനെ വന്നിട്ട് ഈ അരിവ് കൂടി ഇങ്ങനെ വരിക, അപ്പൊ ഇവിടെ കിട്ടും. അല്ലാതെ ഒരിക്കലും ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, ഇവിടെ ആണുങ്ങൾ കണ്ടമാനത്ത് മുത്താക്കിയും കേൾക്കാറും നല്ല മല്ലന്മാരുണ്ടാകും. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വന്നാലും ഒരുക്ക് മനുഷ്യന്മാരുണ്ടാവും. അതിനിടയിൽ നമ്മൾ സാധാരണക്കാർക്കും അതിനുള്ളവർ പോയിട്ട് ഓരോ കുട്ടുകൊണ്ട് കുത്തിട്ട് അവിടെ കിടക്കും. അപ്പൊ അതിന് നിൽക്കരുത്. നമ്മൾ ഈ മുൽതസമിൽ കിട്ടാന്
ഇതിലൂടെ വന്നിട്ട് മഖാം ഇബ്രാഹിമിന്റെ ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ ഈ വാതിന്റെ അടുത്തേക്ക് ഇങ്ങനെ എടുക്കണം. അപ്പൊ മുൽത്തസം നിങ്ങൾക്ക് കിട്ടണം. സുന്നത്തുള്ള സ്ഥലമാണ്, കഅബയുടെ ദൃഷ്ടാന്താണ്, ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ് മുൽത്തസം. അത് പ്രയാസമല്ല, കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിങ്ങനെ മുമ്പോട്ട് വന്ന് നമ്മൾ ഒഴിവാക്കാൻ പറ്റണം. തൗഫീഖ് ചെയ്യട്ടെ നാഥൻ നമുക്ക് എല്ലാവർക്കും. പിന്നീട് കഅബയുടെ വാതിലിന്റെ നേരെയുള്ള ദുആ ഉത്തരമാണ്. പിന്നീട് ഇവിടുന്ന് വന്ന മഖാം ഇബ്രാഹിം ഇങ്ങനെ ഒരു 5 മുഴം മാറിയിട്ടാണ്. 5 മുഴം അങ്ങനെ മാറിയിട്ട് കഅബയോട് ഒട്ടിച്ചേർന്നായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ആദ്യകാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ മഖാം ഇബ്രാഹിം ഇവിടെ തന്നെയായിരുന്നു. അന്ന് ഇങ്ങനത്തെ കൂടാരൊന്നുമില്ലല്ലോ, കല്ല് മാത്രല്ലേ. ഹജറുൽ അസ്വദ് ഇവിടെ, മഖാം ഇബ്രാഹിം ഇവിടെ. എന്താ, തവാഫ് ചെയ്യുന്നവരും നിസ്കരിക്കാൻ പറ്റുന്നവരും ഒക്കെ അവിടെ തിക്കി അവിടെ നിൽക്കും. അത് അപകടകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കും എന്ന് കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് ഉത്തരവിട്ടു, മഖാം ഇബ്രാഹിം ഇവിടെ 5 മുഴം ഒന്ന് മാറ്റി സ്ഥാപിക്കുക. ആൾക്കാർക്ക് തവാഫ് സുഖമായിട്ട് ചെയ്യുക, നിസ്കരിക്കുന്നവർക്ക് അവിടെ നിസ്കരിക്കുകയും ചെയ്യുക. അതാണ് മഖാം ഇബ്രാഹിം എന്നിട്ട് വേറിടാൻ കാരണം. അല്ലെങ്കിൽ ഇവ തന്നെ എഴുതും. ഇന്നൊരു സൗകര്യമാണ് ഇവിടെ തന്നെ എഴുതുന്നുണ്ടെങ്കിൽ അത് കാണാനൊന്നും കഴിയില്ലല്ലോ. നമ്മളാഴ്ച കാണി ഇത്രക്കും തിരക്കല്ലേ. ഇപ്പൊ നമുക്ക് സുഖമായിട്ട് പോയി കണ്ടുകൂടെ, ഉള്ളിൽ പോയി കൂടെ ഫോട്ടോ എടുത്തുകൂടെ. ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ പറയല്ലോ കേട്ടോ. ഫോട്ടോ എടുക്കല്ല, പ്രോത്സാഹിപ്പിക്കല്ല. നമുക്ക് അത് കാണുമ്പോൾ മനസ്സിൽ ഈമാനും തത്വമൊക്കെ കിട്ടുമെങ്കിൽ വേണമെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അവൾ മക്കത്ത് വന്നതന്നെ ഫോട്ടോ എടുക്കാനാന്നുള്ളത് ആദ്യം തന്നെ മൊബൈൽ ഓണാക്കി കൊണ്ട് നടക്കാൻ പാടില്ല കേട്ടോ. തവാഫിന്റെ അടിയിലൊന്നും അത് ശ്രദ്ധിക്കണം. ആ തെബുകാടാണ്. മദീനത്തെ റസൂലുള്ളാഹിന്റെ റൗളയിലെത്തിയാലും ആദ്യം തന്നെ ഇങ്ങനെ പിടിക്കുക. നമ്മളതിന് വന്നാലും കൂടെ അത് ഇൻഷാ അല്ലാഹ് ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട്. ആദ്യം നമ്മുടെ ലക്ഷ്യം കഅബയുടെ വിഭവങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കുക, കഅബയുടെ ബർക്കത്തൊക്കെ ആവാഹിക്കുക, കഅബയുടെ പരിസരങ്ങളിലുള്ള പുണ്യ സ്ഥലങ്ങളിലേക്ക് ദുആ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞൊരു കഴിവൊക്കെ അവസരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അതൊക്കെ ആകാവൂ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക. പിന്നെ നമുക്ക് കഅബയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഹിജ്ർ ഇസ്മായിൽ. ഈ മൂലന്റെ പേരെന്താ? റുക്നുൽ ഇറാഖ്. ഈ മൂലന്റെ പേര് റുക്നുൽ ഇറാഖ്. ഈ മൂലന്റെ പേര് ഇറാഖിന്റെ ഭാഗമാണ്. ഇറാഖ് മൂല എന്ന് പറയാം. ഈ മൂലന്റെ പേര് റുക്നുൽ ഷാം, സിറിയ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് റുക്നുൽ ഷാമി എന്ന് അറിയാം. ഈ മൂല യമനിന്റെ ഭാഗമാണ്. അപ്പൊ റുക്നുൽ യമൻ, റുക്നുൽ യമാൻ എന്ന് പറയും. മനസ്സിലായില്ലേ? ഇത് റുക്നുൽ അസ്വദ്, ഇത് റുക്നുൽ ഇറാഖ്, ഇത് റുക്നുൽ ഷാം, ഇത് റുക്നുൽ യമാൻ. അതിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോ ഇവിടെ അങ്ങനെ വളച്ചു കെട്ടുന്നുണ്ട്. ഞങ്ങള് ഇതുപോലെ വളച്ചു കെട്ടാണ് ഇവിടെ. ഇതാണ് സ്വർണപാത്തി കണ്ടോ? ഇപ്പൊ മഴവെള്ളം പെയ്താൽ കഅബയുടെ മുകളിൽ വെള്ളം പെയ്താൽ വെള്ളം ഒലിച്ചിറക്കുന്ന പാത്തിയാണ് ഈ പാത്തി, സ്വർണപാത്തി. അതിന്റെ ചുവട്ടിലുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ഹിജ്ർ ഇസ്മായിൽ അകത്തുള്ള നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ച ഒരു പ്രതിഫലം ലഭ്യമാകുന്ന സ്ഥലമാണ് നമുക്ക് വേണ്ടി ഒഴിച്ചിടപ്പെട്ട ഉമ്മത്തിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒഴിഞ്ഞു കിടക്കുന്ന. അന്ന് ഖുറൈശികളുടെ കയ്യില് പണം തികയാത്തത് കൊണ്ട് ഇങ്ങനെ ഒഴിച്ചിട്ടു എന്നാണ് ചരിത്രത്തിൽ അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത്. ഹലാലായ പൈസ അല്ല. അപ്പൊ ഹലാലായ പൈസ ഉറപ്പില്ലാത്തത് നമുക്ക് ചെലവാക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ഒഴിവാക്കിയിട്ടതാണ്. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ കാലത്ത്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നവരുടെ കാലത്തൊക്കെ കഅബയുടെ പലതരത്തിലുള്ള പരിവർത്തന പ്രവർത്തനങ്ങളും നടക്കുമ്പോ പിന്നീട് വേണമെങ്കിൽ ഇവിടെ കൂടി ചുമരൊക്കെ വെച്ച് പടുക്കൊക്കെ ചെയ്യാം. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മുദരിസായിരുന്നു. ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മോളെ കഅബയും അതിന്റെ പരിസരവും ഒരിക്കലും രാജാക്കന്മാർക്കുള്ള കളിസ്ഥലാക്കണ്ട കേട്ടോ. നമ്മൾ ഓരോരുത്തരും വരിക, എന്നിട്ടത് പൊളിക്കുക, വേറെ ഒരാൾ വരിക, ഒന്ന് ഉണ്ടാക്കുക, മറ്റേ ആൾ അത് കുറച്ച് ഇങ്ങോട്ടാക്കുക, മറ്റേ ആൾ കുറച്ച് വേണ്ട, അതുള്ള മാതിരി അവിടെ നിന്നോട്ടെ. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോഴും ഒഴിഞ്ഞവിടെ കിടക്കണം. സൗദി ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. മാത്രമല്ല മുത്ത് ബഹുമനിയങ്ങൾക്ക് കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ചു എന്ന നിർവൃതി അടയാൻ പറ്റുന്ന ഒരു മാർഗമല്ല ഇത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ കഅബയുടെ ഉള്ളിൽ കയറിയിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ള കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ച അന്ന് 2 വാതിലിന്റെ കഅബക്ക് ബാബു ദുഖൂല്, ഇപ്പുറത്ത് ബാബുൽ ഖുറൂജ്. ആ
അത് തറയിലാണ് വാതില്. ഇത് കുറെ ഉയർന്നിട്ട വലിയ കോടി വെക്കണം അതിനുള്ളിൽ കിടക്കണമെങ്കിൽ. അന്ന് നിലത്തന്നെയാണ് വാതില്, ഇങ്ങനെ കിടക്കല റസൂലുള്ളാഹിയുടെ കാലത്ത്. അതേമാതിരി എതിരിലൊരു വാതിലും കൂടി പുറത്തുകൂടെ കിടക്കും. അങ്ങനെ റസൂലുള്ളാഹി പുറത്ത് കിടന്നപ്പോ ആയിഷ ബീവി കണ്ടു. ആയിഷ ബീവി വന്നു, നബിയേ എനിക്കും അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കണം, ദ്വാരക്കണം, ഇന്നൊന്ന് അതിന്റെ ഉള്ളിൽ കയറ്റി തരണം. അന്നിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, നബിയെ ഇന്ന അതിന്റെ ഉള്ളിൽ കയറ്റണം എന്ന് ആയിഷ ബീവി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായത്, അങ്ങനെ പൊതുവേ പെണ്ണുങ്ങളെ കാബന്റെ ഉള്ളിൽ കയറ്റുന്ന ഒരു പരിപാടി അന്നില്ല. പെണ്ണുങ്ങള് മറ്റുള്ള ഭാര്യമാരോ സ്വഹാബിയാത്തോ ആരെങ്കിലും കാബന്റെ ഉള്ളിൽ കയറുന്നുണ്ട് പതിവാണ് എങ്കിൽ പിന്നെ ആയിഷാബി ഒരു നബിയെ ഉള്ളിൽ കയറ്റി തരീന്ന് പറയുന്നത് പൊട്ടത്തരല്ലേ? അല്ലേ? എന്താ സർവ്വസാധാരണ എല്ലാവരും എന്നോട് വരുന്നത് ആയിഷാബിക്ക് വരുന്നത് അല്ല, നബിയെ ഇക്കതിനുള്ളിൽ നിസ്കരിക്കണം, എന്നെ ഉള്ളിൽ കയറ്റി തരണം എന്ന് പറയുമ്പോ ഇല്ലാത്തൊരു സംഗതിയാണ്. അത് എനിക്ക് നിങ്ങളൊന്ന് ആക്കി തരണം എന്നാണ്. ഇപ്പൊ നമ്മളെ നാട്ടിലിപ്പോ നമ്മൾ പള്ളിക്കത്ത് ഉസ്താദോട് നമ്മൾ ആണുങ്ങൾ അറിയുമ്പോൾ ഉസ്താദ് ചുമക്കിയാണ് വരട്ടി വെച്ച പൂങ്കൾക്കുണ്ടോല്ലേ നമ്മളെ ആണുങ്ങൾക്ക് ചുമക്ക് വരാൻ ഉറപ്പല്ലേ? പിന്നെ ഉസ്താദ് പോയിട്ട് ഞാൻ ചുമക്ക് വരട്ടി വെച്ചാൽ എന്താ? അത് ശരിയല്ല. എന്നാ പോലും സാധാരണ കാരണമുള്ള പെണ്ണുങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആയിഷ ബീവി ചോദിക്കുന്നത് വിഡിത്തമാവും. അല്ല, നബിയേക്ക് അത്രക്കും മോഹണ്ടെങ്കിൽ ഉള്ളിൽ നിസ്കരിക്കുക. അന്നിപ്പോ ഇന്നത്തെ മോഹന് തിരക്കുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ സിദ്ദീഖ് തങ്ങളോ ഉമർ തങ്ങളോ സ്വഹാബത്തോ ഉണ്ടെങ്കിൽ തന്നെ റസൂലുള്ളാഹി പറയുന്നത് ആയിഷ ബീവി അതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്, എല്ലാവരും ഇറങ്ങി കൊടുത്താടി എന്ന് പറയാൻ സന്തോഷത്തിൽ എല്ലാവരും ഇറങ്ങി കൊടുക്കൂലേ? ഒരു പ്രയാസമില്ല. പക്ഷേ സമ്മതിച്ചില്ല. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവി കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ച കൂലി കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവിയെ ഹിജ്ർ ഇസ്മായിലിലേക്ക് കൊണ്ടുവന്നു. ചരിത്രം പറയുന്നു, ഹിജ്ർ ഇസ്മായിൽ വന്നിട്ട് പറഞ്ഞു, സല്ലി ഹാഹുനാ ഫഇന്നഹു മിനൽ ബൈത്ത്. ഐഷു മോളെ ഇവിടുന്ന് നിസ്കരിച്ചോളി, ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ നിസ്കരിച്ചോളി, ഇത് കഅബയുടെ ഉള്ളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ കണ്ണങ്ങള് വളരെ വ്യക്തമായില്ലേ? കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ച കൂലി കിട്ടുന്ന ഉറപ്പാണല്ലോ. നമ്മൾ വെറുതെ സോപ്പിന്റെ പറയലല്ലോ. അപ്പൊ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് സ്വർണ്ണപാത്രത്തോട് ദ്വാരക്കാൻ, ഇവിടുന്ന് നിസ്കരിക്കാനൊക്കെ വളരെ പുണ്യപ്പെട്ടതാണ്. കുറച്ചൊക്കെ ത്യാഗം സഹിക്കേണ്ടി, കുറച്ചു നേരം ക്യൂല് നിൽക്കേണ്ടി വരും. മക്കല്ലേ, ലോക മുസ്ലിങ്ങളുടെ അവലംബല്ലേ, അത്താണിയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചു നേരം ക്ഷമ വേണം, സഹനശക്തി വേണം. ആ നിലയ്ക്ക് ഇൻഷാഅല്ലാഹ് ഉള്ളിൽ എല്ലാവർക്കും കിട്ടണം. അല്ലാഹു തആല നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാനും ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവിലേക്ക് അടുക്കാനും തൗഫീഖ് നൽകട്ടെ. സ്വർണ്ണപാത്രത്തിന്റെ ചോട്ടിലുള്ള ദുആക്ക് ഉത്തരം ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം, ഈ കഅബ, ഈ സ്വർണ്ണപാത്രത്തിന്റെ ഈ ചുമര്, കഅബയുടെ ഈ ചുമര് ഇവിടെ നിന്നിട്ട് 7 മുഴാണ് കഅബന്റെ ഉള്ളു. 7 മുഴം. അത് 7 മുഴത്തിലേറെ ഈ വട്ടം ചോര് 10 മീറ്ററോ 12 മീറ്ററോളം വരും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയാൽ പരമാവധി ഈ കഅബയുടെ ചുമരിനോട് അടുത്തടുത്ത് ഈ ചുമരിനോട് ഇങ്ങോട്ട് അടുക്കരുത്, ഇങ്ങോട്ടല്ല അടുക്കേണ്ടത്, ഇങ്ങോട്ട് അടുത്തടുത്ത് ഏറ്റവും 3 മുഴത്തിന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ സ്ഥലം പിടിക്കണം. ആ പൂർണ്ണ വർഗത്തെ നമുക്ക് കിട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത് കഅബയിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളിലെ അത്ഭുതകരമായ അത്യത്ഭുതമായ ദൃഷ്ടാന്തമാണ് ഹിജ്ർ ഇസ്മായിൽ. ഇസ്മായിലിന്റെ ഖബറും ആദ്രാബിയുടെ ഖബറും ഇതിനകത്തുണ്ട്. നമുക്ക് ചരിത്രത്തിന്റെ കിതാബിലുണ്ട് കേട്ടോ. 70 നബിമാരെ ഖബറേ ഇവിടെ ഉണ്ട്. പക്ഷെ അത് പുറത്തൊക്കെ നമ്മളായി വീതാങ്കലി കാണാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാതെ മാത്രം ചരിത്രം പഠിച്ചു നോക്കിയാൽ അറിയുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ ആ ഒരു ബഹുമാനാദരവുകളൊക്കെ നമ്മുടെ നൽകിൽ ഇങ്ങനെ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഹിജ്ർ ഇസ്മായിൽ. പിന്നെ ഈ 3 റുക്നുൽ ഇസ്ലാം, അത് കഴിഞ്ഞാൽ റുക്നുൽ യമാൻ. റുക്നുൽ യമാന്റെ പ്രത്യേകത, റസൂലുള്ളാഹി തങ്ങൾ ഇസ്തലമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി തങ്ങൾ കൈകൊണ്ട് തൊട്ട് കൈമുട്ടി, അതിനാണ് ഇസ്തിലാം പറയുന്നത്. ആ മൂലയാണ് ഈ മൂല. നമുക്കും ഓരോ തവാഫും ഈ മൂലയിലെത്തുമ്പോ തിരക്കൊന്നുമില്ല എങ്കിൽ നമുക്കും കൂടെ ചുംബിക്കാം, കൈകൊണ്ട് തൊട്ടിട്ട് കൈമുട്ടാം. സാധിക്കുന്നില്ലെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയാം. ഈ മൂല പ്രധാനപ്പെട്ട മൂലയാണ്. പിന്നെ നിങ്ങൾക്ക് കഅബ എപ്പോഴും തൊടണം. ഹിജ്ർ ഇസ്മായിലിനോട് ഇച്ചിരി നേരത്ത് ക്യൂ ഒക്കെ നിന്ന് കഷ്ടപ്പെട്ടല്ലേ പ്രവേശിക്കാൻ പറ്റുക. പക്ഷേ എനിക്കിപ്പോ ഇന്ന് കഅബ ഒന്ന് തൊടണം, കഅബ പറ്റി പിടിച്ച് കഅബന്റെ കില്ല പിടിച്ചൊന്ന് ദ്വാരക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് വരുന്നതെന്ന് അറിയോ? ഈ ഭാഗത്തേക്ക് വരിക, ഈ ഭാഗത്ത് വരിക. റുക്നുൽ ശാമിനി റുക്നുൽ യമാനി ഇടയിലുള്ള ഈ ഭാഗത്ത് വരിക. ഈ ഭാഗത്തല്ല, ഈ ഭാഗത്ത് എപ്പോഴും അസാധ്യത ഉണ്ടാവും. കാരണം എന്താ?
ഹജറുൽ അസ്വദ്, മുൽതസം, വാദില്, മഖാം ഇബ്രാഹിം. അപ്പൊ ഇവിടെ കഅബ എപ്പോഴും ഫുള്ളേക്കാണ്, നല്ല തിരക്കപ്പെടും. പക്ഷെ ഇങ്ങൾക്ക് കഅബയോട് ഒട്ടി നിൽക്കാനും പറ്റിപ്പിടിക്കാനും കഅബയുടെ കില്ല പിടിച്ച് ദ്വാർക്കാനും ഈ ഭാഗത്ത് വന്നോളി, എപ്പോഴും നമുക്കൊരു ഒഴിവ് കിട്ടും, ആശ്വാസം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അറിയിക്കുക, ഇതൊക്കെ കഅബയുമായി ബന്ധപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടയും കാണേണ്ടയും ചെയ്യേണ്ടയും വിഭവങ്ങളാണ്. അതൊക്കെ പൂർത്തിയാക്കാൻ അല്ലാഹു ഈ പോക്കിൽ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഒന്നും മറക്കാതെ നേടിയെടുക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് കാരുണ്യം ചൊരിയണേ അല്ലാഹ്, കൃപ ചൊരിയണേ അല്ലാഹ്. ഇനി പരിശുദ്ധമായ മക്കയിൽ നമുക്ക് ദുആക്ക് ഉത്തരമുള്ള സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ഹജറുൽ അസ്വദ്, മുൽതസം, കഅബയുടെ വാതിലിന്റെ നേർക്ക്, മഖാം ഇബ്രാഹിമിന്റെ പിന്നില്, സ്വർണ്ണപ്പാത്തിയുടെ ചുവട്ടില്, ഹിജർ ഇസ്മായിലിന്റെ ഉള്ളില്, റുക്നുൽ യമാനിന്റെ നേർക്ക്, അതേപോലെ തന്നെ സംസം കിണറിന്റെ അടുക്കല്, സഫയില്, മറുവയില്, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലം ദുആക്ക് ഉത്തരം സുനിശ്ചിതമാണെന്ന് കാരുണ്യത്തിന്റെ പുണ്യപൂമാൻ പറഞ്ഞ ഗ്യാരണ്ടി ഉള്ള സ്ഥലങ്ങളാണ്. സഫയിൽ നമ്മളെത്തും, മറുവയിലും നമ്മളെത്തും. പല പ്രാവശ്യം ഉംറ ചെയ്യുമല്ലോ. ഓരോ ഉംറയിലും നമ്മൾ തവാഫിന് ശേഷം സഫയിലും പോകും, മറുവയിലും പോകും പലവട്ടം. അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഈ വിഭവങ്ങളെല്ലാം വേണ്ടതുപോലെ നമ്മൾ ഉപയോഗിക്കുക. സംസം വെള്ളം കുടിക്കുമ്പോൾ അതൊന്നും കിണറൊന്നും കാണാൻ കഴിയില്ല, പക്ഷെ വെള്ളം ധാരാളം കുടിക്കാം. റേഷനല്ല, ഇഷ്ടംപോലെ കുടിക്കാം. അപ്പൊ നല്ല നീയത്ത് വെച്ചിട്ട് കുടിക്കുക. എന്താണോ മനസ്സിലുള്ള മുറാദ്, ഈമാൻ സലാമത്താകണം, ആഖിബത്ത് ഉണ്ടാകണം, നല്ല ഇൽമുണ്ടാകണം, നല്ല ഓർമ്മശക്തി വന്നവരെ നിലനിൽക്കണം, ആരോഗ്യം ഉണ്ടാകണം, ദീർഘായുസ് കിട്ടണം, പ്രതിരോധ ശക്തി വർദ്ധിക്കണം, ആഖിബത്ത് അങ്ങനെ എന്താണോ മനസ്സിലുള്ള മുറാദ്. വേറെ എന്തെങ്കിലും രോഗം, ക്യാൻസർ, മറ്റൊരു മനസ്സിൽ അങ്ങനത്തെ ഒന്നും എനിക്ക് വരരുത്. മുഴണ്ട് വയറ്റിൽ ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും വരരുത്, അത് മാറാൻ. ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ എന്താണോ നിങ്ങൾക്കല്ലേ അറിയൂ, അത് റബ്ബിനോട് പങ്കുവെക്കേണ്ട നേരമാണ് സംസം കുടിക്കുന്ന നേരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മാഉ സംസം ലിമാ ശുരിബ ലഹ്, മാഉ സംസം ലിമാ ശുരിബ ലഹ്. എന്തിനു വേണ്ടിയാണോ സംസം വെള്ളം കുടിക്കപ്പെടുന്നത് അത് അതിനുള്ള ഔഷധമായി മാറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നല്ല നിയ്യത്ത് വെച്ച് സംസം കുടിക്കുക. ഇനി ഞാൻ ഉംറയുടെ പ്രായോഗികമായ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്.